Good morning my dear kids. Welcome to my kids garden. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇന്ന് നമുക്ക് ആ മുതൽ ആ വരെയുള്ള സ്വരാക്ഷരങ്ങൾ അതിൻ്റെ ചിഹ്നങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ റിവൈസ് ആണ് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും. ആദ്യം ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുള്ളത് നല്ലതുപോലെ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഇത് കാണുക. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ? അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ചിഹ്നങ്ങൾ എവിടാണ് ഉപയോഗിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ശേഷം സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ അവയുടെ ചിഹ്നങ്ങൾ ചേർത്താണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? വ്യഞ്ജനാക്ഷരം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? കായ്ക്ക കായ്ക്കങ്ങ. നോക്കിക്കേ, കാ കണ്ടോ? നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കേ. കായ്ക്ക കായ്ക്കങ്ങ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമല്ലേ? അതിനുശേഷം സ്വരാക്ഷരങ്ങളിലെ ചിഹ്നങ്ങള് സ്വരാക്ഷരം വരുമ്പോ അല്ലേ? അതിനുശേഷം സ്വരാക്ഷരം വരുമ്പോ എന്തോ ചെയ്യണം? ചിഹ്നങ്ങൾ ഇട്ട് വേണം വായിക്കാൻ എന്ന് പറഞ്ഞു. കണ്ടോ? ഈ കാ എന്ന് പറയുന്നതിന്റെ കൂടെ കാ പ്ലസ് ഇതെന്താ? എന്തിന്റെ ചിഹ്നമാ? ആയുടെ ചിഹ്നം. അപ്പൊ സ്വരാക്ഷരത്തിലെ കാ എന്ന് പറയുമ്പോ കണ്ടോ ആ എന്ന് പറയുന്നത് വരുന്ന കണ്ടോ സ്വരാക്ഷരത്തിലെ. അപ്പൊ എന്തോ ചെയ്യണം? ആയുടെ ചിഹ്നത്തിനെ ഇട്ട് കൊടുക്കണം. കണ്ടോ? അങ്ങനെ വേണം വായിക്കാൻ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് ഏതാ? നമ്മുടെ ആയിക്ക് ചിഹ്നം ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അടുത്തത് ആ പ്ലസ് ഡ്. കൂട്ടി വായിച്ചേ. ആ പ്ലസ് ഡ് എന്തുവാണ്? ആട്. ഇനി ആയുടെ ചിഹ്നത്തിനെ കണ്ടോ? കാ പ്ലസ് ആയുടെ ചിഹ്നം പ്ലസ് ഡ്. അപ്പൊ എങ്ങനെ വായിക്കും? കാട്. അടുത്തേ ഈ പ്ലസ് ല. എന്താണ്? ഇല. ഈയുടെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് ഈയുടെ ചിഹ്നം പ്ലസ് ല പ്ലസ് ഈയുടെ ചിഹ്നം. അപ്പൊ എങ്ങനെ വായിക്കും? കാ പ്ലസ് ഈയുടെ ചിഹ്നം കി. അടുത്തേ ല പ്ലസ് ഈയുടെ ചിഹ്നം ലി, കിളി. അടുത്തേ ഈ എങ്ങനാ? ഈ പ്ലസ് ഛ, ഈച്ച. ഈയുടെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് ഈയുടെ ചിഹ്നം പ്ലസ് രി. രായുടെ കൂടെ ഈയുടെ ചിഹ്നം. നമ്മുടെ ഈയുടെ ചിഹ്നം കണ്ടോ? രി. അപ്പൊ കൂട്ടി വായിച്ചേ. കാ പ്ലസ് ഈ രി, ഈരി. അടുത്തേ ഉ പ്ലസ് റി, ഉറി. ഊടെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് ഊടെ ചിഹ്നം പ്ലസ് ഡ. എങ്ങനെ വായിക്കും? കാ പ്ലസ് ഊടെ ചിഹ്നം കുട, കുട. കണ്ടോ? ഇങ്ങനെയാണ് വായിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്ത നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഊ പ്ലസ് ഊണ്. ഊന്റെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് ഊടെ ചിഹ്നം പ്ലസ് അല്ലേ? നമ്മളെ ചിഹ്നാക്ഷരം ഓർമ്മയില്ലേ? അപ്പൊ എന്താണ് വായിക്കുന്നത്? കാ പ്ലസ് കൂണ്, കൂണ്. അടുത്തേ പ്ലസ് ഷി, ഋഷി. റിന്റെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് റിന്റെ ചിഹ്നം പ്ലസ് ഷി. എങ്ങനെ വായിക്കും? കാ പ്ലസ് കൃഷി, കൃഷി. അടുത്തേ എ പ്ലസ് ലി, എലി. എയുടെ ചിഹ്നം കണ്ടോ? എയുടെ ചിഹ്നം പ്ലസ് കാ പ്ലസ് നീ, എയുടെ ചിഹ്നം. കായുടെ കൂടെ എയുടെ ചിഹ്നം വരുമ്പോ എങ്ങനെ വായിക്കും? കായുടെ കൂടെ എയുടെ ചിഹ്നം വരുമ്പോ കെ നീ, കെണി. അടുത്തത് എ പ്ലസ് ലം, ഏലം. എയുടെ ചിഹ്നം കണ്ടോ? എയുടെ ചിഹ്നം പ്ലസ് കാ പ്ലസ് രാ പ്ലസ് ലം. അപ്പൊ എങ്ങനെ വായിക്കും? കായുടെ കൂടെ എയുടെ ചിഹ്നം വരുമ്പോ കേരളം, കേരളം. ക്ലിയർ? ഐ പ്ലസ് ക്യം,
ചിഹ്നം വരുമ്പം കൈ. കായുടെ കൂടെ ഐയുടെ ചിഹ്നം വരുമ്പം കൈ. അടുത്ത ഓ. ഓ പ്ലസ് ഠ പ്ലസ് കം. ഒട്ടകം. ഓയുടെ ചിഹ്നം കണ്ടോ? കായുടെ കൂടെ ഓയുടെ ചിഹ്നം വരുമ്പോ എന്താ വായിക്കും? കോ പ്ലസ് ടി കോടി. അടുത്തത് ഓ. ഓ പ്ലസ് ട് ഓട്. ഓടെ ചിഹ്നം കണ്ടോ? കായുടെ കൂടെ ഓടെ ചിഹ്നം വരുമ്പോ കോ. കോ ഴി കോഴി. അടുത്തത് ഔ. ഔ പ്ലസ് ഷ പ്ലസ് ദം ഔഷധം. ഔടെ ചിഹ്നം കണ്ടോ? കാ പ്ലസ് ഔടെ ചിഹ്നം പ്ലസ് ഷ പ്ലസ് ലം. കായുടെ കൂടെ ഔടെ ചിഹ്നം വരുമ്പോ കൗ. കൗ ഷ ലം കൗശലം. ക്ലിയർ? ലാസ്റ്റ് ആണ് അം. അം പ്ലസ് ബ പ്ലസ് രം അംബരം. അമ്മിന്റെ ചിഹ്നം കണ്ടോ? ക പ്ലസ് അമ്മിന്റെ ചിഹ്നം പ്ലസ് സ പ്ലസ് ഇൻ. ശ്രദ്ധിച്ചേ, കായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പോ കം. നമ്മളിപ്പോ കുറെ പഠിച്ചില്ലേ? പമ്പരം. പിന്നെ എന്താ? ഒട്ടകം. കായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പോ കം. തായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പോ തം. രായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പോ രം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം വരുമ്പോ കം. കം സ കംസ കംസൻ. ക്ലിയർ? അപ്പൊ നമ്മുടെ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് റിവിഷൻ ആണ് നമ്മളിപ്പോ എടുത്തത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിലാണ് ഈ റിവിഷൻ ടോപ്പിക്കും എടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്താ ചെയ്യുക? എല്ലാ വീഡിയോസും കൃത്യമായി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.